പോസ്റ്റ്മാൻ കൊണ്ടുവന്ന കവർ ഒപ്പിട്ട് വാങ്ങി അലക്സ് പൊട്ടിച്ചു വായിച്ചു. ഡിവോഴ്സ് നോട്ടീസ്. വിശ്വസിക്കാനാകാതെ അതിലെ വരികൾ അലക്സ് വീണ്ടും വീണ്ടും വായിച്ചു. ഭാര്യ നിമ്മിയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത് വിവാഹമോചനത്തിലേക്ക് പോകുമെന്ന് അലക്സ് ഒരിക്കലും കരുതിയിരുന്നില്ല. ആദ്യം നിമ്മിയും അലക്സിന്റെ അമ്മയും തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ. അത് ഏതു വീട്ടിലും ഉണ്ടാകുന്നത് പോലെയേ അലക്സ് കരുതിയുള്ളൂ. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അത് കൂടിക്കൂടി വന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. എല്ലാ ദിവസവും ഒരേ നാടകങ്ങൾ. നിനക്ക് ഒന്ന് ക്ഷമിച്ചുകൂടെ? വയസ്സായവരല്ലേ. വയസ്സായവരാണെങ്കിൽ തിന്നാൻ കൊടുക്കുന്നതും കഴിച്ച് മുറിയിലിരിക്കണം, അല്ലാതെ എൻ്റെ തലയിൽ കയറാൻ വരണ്ട. എന്നെക്കുറിച്ച് എന്തൊക്കെയാ അടുത്ത വീടുകളിൽ പോയി പറയുന്നത് എന്നറിയാമോ? അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ? ഓ, ഭാര്യ എന്ന ശീലാവധി വന്നപ്പോൾ അവൻ അമ്മയെ വേണ്ട. നീ എന്നെ ഭരിക്കാൻ വരണ്ട. ഇത് എൻ്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആരുടെയും ഭാഗം പറയാൻ കഴിയാതെ അലക്സ് വിഷമിച്ചു. എന്നും ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോഴുള്ള ഒച്ചയും ബഹളവും അലക്സിനെ ഒരു തികഞ്ഞ മദ്യപാനിയാക്കി. അമ്മയെ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിപ്പിക്കാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് നിമ്മിയുടെ വേറെ വീട്ടിലേക്ക് താമസം മാറാം എന്ന ആവശ്യം കേട്ടില്ലെന്ന് നടിച്ചു. അലക്സും ഭാര്യയും കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. ആദ്യം മുതലേ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. മകൻ വിവേകിന് 3 വയസ്സുള്ളപ്പോഴാണ് നിമ്മി വീണ്ടും ഗർഭിണിയായത്. രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ പോയതായിരുന്നു നിമ്മി. മകൾ ഉണ്ടായതിനു ശേഷം അലക്സിന്റെ വീട്ടിലേക്ക് നിമ്മി തിരിച്ചു വന്നില്ല. പലരും വഴി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ല. ഒടുവിൽ പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം എന്ന തീരുമാനത്തിൽ എത്തി. മകനെ തനിക്ക് വേണം എന്ന കാര്യത്തിൽ അലക്സ് ഉറച്ചു നിന്നതോടെ നിമ്മി മനസ്സില്ല മനസ്സോടെ അതിന് സമ്മതിച്ചു. അലക്സിന്റെ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് മകനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലെ ഏകാന്തത അലക്സിനെ വിഷമിപ്പിച്ചു. വീണ്ടും ഒരു വിവാഹത്തിന് ഒരുപാട് പേർ നിർബന്ധിച്ചെങ്കിലും മകനു വേണ്ടി അത് വേണ്ട എന്ന് വച്ചു. ഇനി വരുന്ന ആൾക്ക് മകൻ ഒരു ബാധ്യതയാകുമല്ലോ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. അമ്മയുടെ ഓർമ്മകൾ മകനെ പിന്തുടരാതിരിക്കാൻ ജോലി ട്രാൻസ്ഫർ വാങ്ങി ആ നാട്ടിൽ നിന്ന് തന്നെ പോയി. അമ്മ മരിച്ചുപോയി എന്ന കള്ളം പതിയെ മകനെ പറഞ്ഞു പഠിപ്പിച്ചു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. വിവേക് കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി കിട്ടി. അച്ഛനെ തനിച്ചാക്കി പോകാൻ അവന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ തിരക്കിന്റെ ലോകം അലക്സ് എന്നെ വെറുത്തിരുന്നു. ഏകാന്തതയുടെ ഉറ്റ തോഴനായി ആ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ജീവിതം തളച്ചിട്ടു. അവധി കിട്ടുമ്പോഴെല്ലാം വിവേക് പപ്പയുടെ അടുത്തേക്ക് വന്നിരുന്നു. നാളെ വിവേക് വരും. അവൻ്റെ പിറന്നാളാണ്. അവന് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അലക്സ് കാത്തിരുന്നു. വൈകിട്ട് വരും എന്ന് പറഞ്ഞിട്ട് രാത്രി ആയിട്ടും അവൻ എത്തിയില്ല. അലക്സിന് എന്തോ പേടിയായി. അവനോട് പറഞ്ഞിട്ടുള്ളതാണ് ബൈക്കിന് ബാംഗ്ലൂർ നിന്നും വരണ്ട എന്ന്. ബൈക്കിലുള്ള അവൻ്റെ പോക്ക് കണ്ട് പലപ്പോഴും അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കി. അത് ഓഫായിരുന്നു. അലക്സിന്റെ മനസ്സിൽ അകാരണമായ ഒരു ഭയം കടന്നു വന്നു. ഇനി വിവേകിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നും കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ബൈക്കിന്റെ ഹോൺ അടിക്കേട്ടത്. 2 പറയണമെന്ന് കരുതി ചെന്നപ്പോൾ അവന്റെ കയ്യിലെ മുറിവ് കണ്ടു. എന്തു പറ്റുമോനെ? ഒന്നുമില്ല പപ്പ, കൈ ഒന്ന് ഉയർന്നതാണ്. പിന്നെ വണ്ടി പഞ്ചറായി, അതാ എത്താൻ വൈകിയത്. അത് നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലേ ബൈക്കിന് വരണ്ട എന്ന്? പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. എൻ്റെ പപ്പ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ പിണങ്ങണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്, വേഗം വന്നേ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വിവേക് പറഞ്ഞു, പാപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പതിവില്ലാത്തൊരു മുഖവുര? അത് പിന്നെ പപ്പ, നോ പറയരുത്. കാര്യം എന്താണെന്നറിയാതെ ഞാൻ എങ്ങനെയാ? എൻ്റെ പുന്നാര പപ്പയല്ലേ, നീ പറ. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏതാ കുട്ടി? എവിടെയാ അവരുടെ വീട്? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ. പേര് നീന എന്നും പറഞ്ഞു. അവളുടെ ഫോട്ടോ അവൻ പപ്പയെ കാണിച്ചു. അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ബാംഗ്ലൂർ വരെ വന്ന് അന്വേഷിക്കാനൊന്നും എനിക്ക് വയ്യ. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളെ, അപ്പോൾ നിനക്ക് അവരെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റുമല്ലോ. അവളുടെ വീട്ടുകാർക്ക് സമ്മതമാണോ? കുറച്ച്. അതെന്താ അങ്ങനെ? പക്ഷേ അവൾക്ക് താല്പര്യമാണ്. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്നാണ് അവൾ പറയുന്നത്. നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. നിന്റെ ഭാവിക്ക് അത് നല്ലതാണെന്ന് നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ വിവാഹം നടത്താം. കാരണം
നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. പണമോ മതമോ ഒന്നുമല്ല വിവാഹത്തിൽ പ്രധാനം. സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളുടെ ഐക്യമാണ്. അത് വളരെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അലക്സ് വേറെ ഒന്നും പറഞ്ഞില്ല. വിവേക് തിരിച്ചു പോയതിന്റെ പിറ്റേ ദിവസം അലക്സിന് ഫോൺ വന്നു. പപ്പ, ഞാൻ നീനയുടെ വീട്ടുകാരുമായി സംസാരിച്ചു. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മൂളലിൽ മറുപടി ഒതുക്കി അലക്സ്. അടുത്ത മാസം 14-ാം തീയതിയാണ് ഞങ്ങൾ തീരുമാനിച്ച തീയതി. അന്നല്ലേ എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസവും? അവൻ്റെ കണ്ണുകൾ മെല്ലെ ഈർന്നണിഞ്ഞു. മാർച്ച് 14 അമ്മ മരിച്ചു എന്ന് താൻ വിവേകിനോട് പറഞ്ഞ ദിവസം. അത് തങ്ങളുടെ വിവാഹ ദിവസം കൂടിയായിരുന്നു. മനഃപൂർവ്വം തന്നെയായിരുന്നു ആ ദിവസമാണ് അമ്മ മരിച്ചതെന്ന് പറഞ്ഞത്. അത്രയും ദേഷ്യവും വെറുപ്പുമായിരുന്നു അന്നൊക്കെ. പക്ഷേ കാലം മനസ്സിലെ വെറുപ്പിനെ എന്നോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ പറ്റിയ വലിയൊരു തെറ്റുകളിൽ ഒന്ന്. ഒരിക്കലും നിമ്മിയെ മനസ്സിലാക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ല. തൻ്റെ ചിന്തകളും തീരുമാനങ്ങളും മാത്രമാണ് ശരിയെന്ന് കരുതിയിരുന്ന കാലം എല്ലാം തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചു. അവൾ പോയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തന്നെ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. എല്ലാം വിധിയെന്നും പറഞ്ഞ് അലക്സ് ആശ്വസിക്കാൻ ശ്രമിച്ചു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. നാളെയാണ് വിവേകിന്റെ വിവാഹം. പപ്പ, രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം. നീനയും കൂട്ടുകാരും രജിസ്റ്റർ ഓഫീസിൽ വന്നോളും. ബാക്കിയെല്ലാം ഞങ്ങളുടെ കൂട്ടുകാർ റെഡിയാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ കൃത്യം 10 മണിയായപ്പോൾ എല്ലാവരും രജിസ്റ്റർ ഓഫീസിലെത്തി. വധൂവരന്മാർ ഒപ്പിട്ടതിനു ശേഷം സാക്ഷികളെ ഒപ്പിടാൻ വേണ്ടി രജിസ്റ്റർ വിളിച്ചു. വിവേകിന്റെ ഭാഗത്തു നിന്നും ഒപ്പിട്ടത് അവന്റെ പപ്പയായിരുന്നു. നീനയ്ക്ക് വേണ്ടി ഒപ്പിടാൻ വന്ന ആളെ കണ്ട് അലക്സ് ഒന്ന് ഞെട്ടി. കയ്യിലിരുന്ന പേന താഴെ വീണു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ. നിമ്മി. അലക്സ് അറിയാതെ വിളിച്ചുപോയി. ഭൂമി പിളർന്ന് ഒരു നിമിഷം താൻ പാതാളത്തിലേക്ക് താണു പോയിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചു പോയ നിമിഷം. അലക്സിനെ കണ്ട് നിമ്മിയും ഒന്നും പറയാൻ കഴിയാതെ തരിച്ചു നിന്നു. അപ്പോഴേക്കും വധൂവരന്മാർ പരസ്പരം മാല ചാർത്തി. സ്വന്തം മക്കൾ വിവാഹിതരാകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അലക്സും നിമ്മയും പരസ്പരം നോക്കി. മക്കളുടെ കല്യാണം കഴിഞ്ഞതിന്റെ സന്തോഷക്കണ്ണീരാണല്ലേ രണ്ടുപേർക്കും. വേഗം വാ, റിസപ്ഷന് സമയമായി എന്നും പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് നടന്നു. എന്തു ചെയ്യണം എന്നറിയാതെ അലക്സും നിമ്മിയും പരസ്പരം നോക്കി. നിമ്മി, ഇപ്പോൾ എന്താണ് ചെയ്യുക? എനിക്കറിയില്ലായിരുന്നു നീന നമ്മുടെ മകളാണെന്ന്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ അവനോട് പറഞ്ഞേനെ. നമുക്കിപ്പോൾ ഇത് അവരോട് തുറന്നു പറഞ്ഞാലോ? ഇപ്പോൾ വേണ്ട, അവർ രണ്ടുപേരും മാത്രമാകുമ്പോൾ പറയാം. നിയമപരമായി അവർ ഇപ്പോൾ വിവാഹിതരാണ്. ഇവിടെ വെച്ച് നമ്മൾ പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അത് അറിയാൻ അധിക സമയം വേണ്ടി വരില്ല. അപ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ഒന്ന് ഓർത്തു നോക്ക്. ശരിയാണെന്ന അർത്ഥത്തിൽ അലക്സ് തലയാട്ടി. രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? വേഗം കാറിലേക്ക് കയറും. ആരൊക്കെയോ അവരെ നിർബന്ധിച്ച് കാറുകളിലേക്ക് കയറ്റി. അടുത്തുള്ള ഹോട്ടലിലായിരുന്നു റിസപ്ഷൻ വച്ചിരുന്നത്. അധികം ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് ചെറിയൊരു ഹാളാണ് ബുക്ക് ചെയ്തത്. അലക്സ് ആ ഹാളിന്റെ ഒരു മൂലയിൽ തളർന്നിരുന്നു. നടക്കുവാൻ അയാൾക്ക് ശക്തിയില്ലായിരുന്നു. മനസ്സും ശരീരവും തളർന്ന പോലെ. നിമ്മിയുടെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു. ആരുടെയൊക്കെയോ ചുമലിൽ പതിയെ താങ്ങി അവൾ അവരുടെ ഇടയിൽ വീഴാതെ നിന്നു. വധൂവരന്മാർ കേക്ക് മുറിക്കാൻ പോകുകയാണ്. അവതാരയുടെ ശബ്ദം മൈക്കിലൂടെ ഒഴുകിയെത്തി. അതിന് പങ്കുചേരാൻ വധുവിന്റെ അമ്മയെയും വരന്റെ അച്ഛനെയും ക്ഷണിക്കുന്നു. അലക്സ് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആരോ അടുത്ത് വന്ന് കൈക്ക് പിടിച്ച് സ്റ്റേജിലേക്ക് നടത്തി. താനിപ്പോൾ മരിച്ചു പോകും എന്ന അവസ്ഥയിലായിരുന്നു നിമ്മി. അലക്സും നിമ്മിയും സ്റ്റേജിൽ എത്തി. മുറിക്കാനായി വച്ചിരുന്നത് മനോഹരമായി അലങ്കരിച്ചിരുന്ന ഒരു വലിയ കേക്കായിരുന്നു. അതിലെ വരികൾ വായിച്ച് അലക്സ് ഒന്ന് ഞെട്ടി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഓർ സ്വീറ്റ് പപ്പ ആൻഡ് മമ്മി. അപ്പോൾ ഇത്രയും നേരം നടന്നത്? ഒരു ചെറു ചിരിയോടെ നിമ്മി അലക്സിന്റെ കൈകളിൽ പതിയെ നുള്ളി. അച്ഛനെയും അമ്മയും ഒന്നു ചേർക്കാൻ ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ നാടകമായിരുന്നു ഇതെല്ലാം. വർഷങ്ങൾക്ക് മുൻപ് നീനുവിനെ പരിചയപ്പെട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴാണ് അതിന്റെ കുഞ്ഞു പെങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പപ്പയെയും മമ്മിയെയും ഒരുമിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കുറെ പരിഭവങ്ങളും വിശേഷങ്ങളും രണ്ടുപേർക്കും പറയാൻ കാണുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് നിങ്ങളുടെ 2ാമത്തെ ആദ്യരാത്രി ആഘോഷിച്ച് നാളെ വീട്ടിലേക്ക് വന്നാൽ മതി. അപ്പോഴേക്കും ഞാനും ഇവളും കൂടി സദ്യ റെഡിയാക്കി വെക്കാം. അമ്മയോട് ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. പപ്പയ്ക്കൊരു പണി തരാൻ അമ്മ പറഞ്ഞിട്ടായിരുന്നു ഈ നാടകം. അത് പിന്നെ വേണ്ടേ, എന്നെ കുറച്ച് കഷ്ടപ്പെടുത്തിയതല്ലേ എന്ന നിമ്മിയുടെ വാക്ക് കേട്ട് എല്ലാവരും ചിരിച്ചു. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ അമ്മയോട് ഒപ്പിടാനുണ്ട്, അത് മറക്കണ്ട. നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത ആളുകളാണ്. വീണ്ടും വിവാഹം ലീഗലാകാൻ അത് വേണം. സാക്ഷികളുടെ ഒപ്പ് ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ.
നിറഞ്ഞ ചുരുകളോടെ അലക്സും നിമ്മിയും മക്കളെ ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും കയ്യടികൾക്ക് ഇടയിൽ അവർ ഒന്നായി. ചുംബനപ്പൂവുകൾ കൊണ്ട് മൂടി അലക്സ് നിമ്മിയെ നെഞ്ചിലോട്ട് ചേർത്തു. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.